നമസ്കാരം. കേരളത്തിലെ മുതിർന്ന CPM നേതാക്കളോടാണ്. ഉപദേശമൊന്നുമല്ല, ചില കാര്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ്. കാര്യം, നിങ്ങളുടെ പ്രതികരണങ്ങൾ കൊണ്ട് ഒരു പ്രസ്ഥാനം പ്രതിരോധത്തിലാകുന്ന സന്ദർഭങ്ങൾ അനവധിയാണ്. അത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, അതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വിവാദമാക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അവിടെയാണ് നിങ്ങളോട് പറയാനുള്ളത്, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അജണ്ടകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ലോജിക് CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ കാട്ടണം. അവർ ഈ നാട്ടിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു വരുന്ന പല വിവാദങ്ങളെയും വഴിതിരിച്ചു വിടാൻ വേണ്ടി അവർ മനഃപൂർവ്വമായി ചില അജണ്ടകൾ സെറ്റ് ചെയ്യും. ആ അജണ്ടകൾക്ക് നിങ്ങളെ പലപ്പോഴും ഇരയാക്കുന്നുണ്ട്. നിങ്ങൾ സ്വാഭാവികമായി അതിൽ ഇരയായി മാറുന്നുണ്ട്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പണ്ട് കാലത്തെ രാഷ്ട്രീയ മനോഭാവമാണ്. അതായത്, ഈ മാധ്യമങ്ങളിലൂടെ മുഖം വരികയും മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പഞ്ച് ഡയലോഗുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസുഖമുണ്ട്. ആ മനസുഖം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പല അജണ്ടകളും സൃഷ്ടിച്ചുകൊണ്ട് ആ കുഴിയിൽ കൊണ്ടുവന്ന് ഇവർ ചാടിക്കുന്നു എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ മാധ്യമങ്ങളിൽ കാണുന്ന ചില പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ മനോരമയിലോ മാതൃഭൂമിയിലോ മറ്റു മാധ്യമങ്ങളിലോ പേരച്ചടിച്ചു വരികയും ഫോട്ടോ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു കുളിര്, ആ കുളിരിന്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നേതാക്കന്മാരുടെ പല പ്രതികരണങ്ങൾ പല സന്ദർഭങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർജുൻ ആയങ്കി വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസും സർക്കാരും തമ്മിലുണ്ടായ ഒരു വിഷയമാണ്. അതിൽ നിങ്ങൾ എന്തിനാണ് അഭിപ്രായ പ്രകടനം നടത്താൻ പോകുന്നത്? നിങ്ങളുടെ മുന്നിലേക്ക് എന്തുകൊണ്ടാണ് ആ ചോദ്യം എറിയുന്നതെന്ന് നിങ്ങൾക്കറിയും. നിങ്ങളുടെ പ്രതികരണത്തിലൂടെ ഇപ്പോഴത്തെ ചർച്ചകളുടെ വഴി മാറ്റാനാണ്. നിങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കേണ്ട ഇടത്ത്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ട പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ ഭാഗമല്ലാത്ത ഒരു വിഷയത്തിൽ എന്തിനാണ് ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിക്കാൻ വേണ്ടിയും പഞ്ച് ഡയലോഗ് എന്ന് തോന്നിക്കും പോലെ ചില വാചകങ്ങൾ വെച്ച് കാച്ചുന്നത്? ആ വാചകങ്ങൾ നിങ്ങളും ആയങ്കിയും തമ്മിലുള്ള വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. അതിലൂടെ CPM നേതാക്കന്മാരും ആയങ്കിയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ വളച്ചൊടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മുതിർന്ന CPM നേതാക്കന്മാരോട്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. കാര്യം, ഓരോ വിഷയങ്ങളിലും അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വരുമ്പോൾ നിഷ്കളങ്കമായി നിങ്ങൾ പറയുന്ന മറുപടികൾ പലപ്പോഴും പ്രസ്ഥാനത്തെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നുണ്ട്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പ്രസ്ഥാനം? ഒരു കൂട്ടം ആൾക്കാരാണ്. അതിന് ഒരു ആശയമുണ്ട്. ആ ആശയത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്ന അഭിപ്രായം പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമാണ്. അതാണ് പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തിനിടയിൽ ആ പ്രസ്ഥാനത്തിന്റെയും ആ ആശയത്തെയും ഇകഴ്ത്താൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, BJP കൗൺസിലറായിട്ടുള്ള സുഗതൻ, കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, നിഖിൽ പൈലി തുടങ്ങി മാധ്യമ മേഖലയിൽ ഇരിക്കുന്ന അനിൽ നമ്പ്യാർ വരെ എത്തുന്നവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവർ ഒരു കേസുകളിൽ പെടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ ആർക്ക് വേണ്ടി ശബ്ദമായി മാറുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ ഇടതുപക്ഷം ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ ആയങ്കി വിഷയം വരുമ്പോഴും, അല്ലെങ്കിൽ കണ്ണൂരിലെ ഇടതു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ക്രിമിനൽ കേസിൽ പെടുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അയാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് നിങ്ങളടുത്ത് ചോദ്യമായി വരുമ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന തരത്തിൽ നിങ്ങൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം ഏതെങ്കിലും ഒരു വാചകങ്ങൾ പറയുക, ആ വാചകത്തെ പിടിച്ച് ആയങ്കി മറുപടി പറയുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ ആരെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? ചർച്ചകൾ ഏത് വഴിയിലേക്കാണ് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത്? അതുകൊണ്ട് നേതാക്കളോട് പറയാനുള്ളത്, ഓരോ വിഷയങ്ങളും ഒരു ദിവസം എങ്ങനെ ചർച്ചയാകണം എന്നുള്ളത് മാധ്യമ മുറിക്കുള്ളിലെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയിൽ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ടാകും. കാര്യം, അജണ്ട സെറ്റ് ചെയ്യുന്നവരിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ള രാഷ്ട്രീയ താല്പര്യമുള്ളവർ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഏത് വിഷയത്തിലും കയറി അഭിപ്രായം പറയുന്നതും അതിലൂടെ തൂഫാൻ എന്നൊക്കെ പറഞ്ഞൊരു പഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ എനിക്ക് കയ്യടി കിട്ടുമെന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇടതുപക്ഷ ആശയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് നേരെ വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു വിഷയത്തിൽ അവർ പൊതുസമൂഹത്തിനിടയിൽ മാധ്യമ മേഖലയിലോ സോഷ്യൽ മീഡിയയിലോ അവർക്കുണ്ടാകുന്ന സ്വാധീനം വെച്ച് ആ വ്യക്തികളെ കടന്നാക്രമിക്കുമ്പോൾ അതിലെല്ലാം പലപ്പോഴും നിശബ്ദത നിങ്ങൾ പുലർത്താറുണ്ട്. അതിൽ PP ദിവ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ആയിക്കോട്ടെ, വീണ ജോർജ് ആയിക്കോട്ടെ തുടങ്ങി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പലരും
ആ വേട്ടയാടൽ അനുഭവിച്ച സന്ദർഭങ്ങളിലൊന്നും ശക്തമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതികരിക്കാൻ തയ്യാറാകാത്തവരാണ് നിങ്ങൾ. കാര്യം അതൊക്കെ പറയുകയാണെങ്കിൽ ഇനി പൊതുസമൂഹം എനിക്ക് നേരെ തിരിയുമോ എന്നുള്ള ഒരു ഇമേജിന്റെ തടവറയിൽ നിന്നുകൊണ്ടാണ് പല വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാറുള്ളത്. നേരിട്ട് കാണുമ്പോൾ അവരെ ഒന്ന് അടുത്ത് നിർത്താൻ പോലും ധൈര്യം കാണിക്കാതെ കാണാത്ത ഭാവത്തിന് പോകുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തെറ്റു പറ്റുന്നവരെ കൂടി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കണം. അല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരുടെയും അതേ നിരീക്ഷകന്മാരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഇനിയും നിലകൊള്ളുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പലരെയും മുറിവേൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അർജുനായങ്കി വിഷയത്തിൽ സർക്കാരും അവരും തമ്മിലുള്ള പോര് മുന്നോട്ട് പോട്ടെ. അയാൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പഴയ ഒരു പേരിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ കുറെ ചെറുപ്പക്കാരുണ്ട് എന്നുള്ളതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരടായ അയാൾ മാറുന്നത്. അതുകൊണ്ട് അത്തരം ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് നിങ്ങൾ കൂടി നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അവരായി അവരെ പാടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായ ഒരാൾക്ക് ഇടതുപക്ഷ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അയാൾ പറയട്ടെ എന്ന സമീപനം സ്വീകരിക്കാനാണ് നിങ്ങൾ തയ്യാറാകേണ്ടത്. അല്ലാതെ ഈ ലോകത്താകമാനമുള്ള ഇടങ്ങളെയെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ സംശുദ്ധമുള്ളവരാക്കണം, ഇതേ ശൈലിയിൽ പോകണമെന്നുള്ള ഒരു സമീപനം പ്രസ്ഥാനത്തിനുണ്ടാക്കുന്ന കോട്ടം വളരെ വലുതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാരെ കണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്കും ഈ ആശയത്തിലേക്കും ആൾക്കാർ കടന്നു വരേണ്ടത്. അത് പഴയ തലമുറയെ മുൻനിർത്തിയല്ല എന്ന് കരുതിക്കൊണ്ട് പഴയ തലമുറയ്ക്ക് പ്രസക്തിയില്ലെന്നല്ല. പക്ഷേ ആ പ്രസക്തി നിങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവമതിപ്പുണ്ടാക്കാനും അതിനോട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്താതെ വായ് മൂടിക്കെട്ടാൻ തയ്യാറാകേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇത് പറയാൻ നീ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ല. പക്ഷേ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇടതുപക്ഷ ആശയങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്.